അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇറ്റ് സെയ്സ് അബൌട്ട് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് മറ്റൊരു യേശു. എങ്ങനെയുള്ള യേശു? വേദപുസ്തകം പഠിപ്പിക്കാത്ത ഒരു യേശു, അല്ലെങ്കിൽ വേദപുസ്തകത്തിൻ്റെ ആത്മാവിൽ നമ്മൾ കാണുന്ന ആ യേശുവിന് പകരം യേശുവിൻ്റെ ഒരു പാർഷ്യൽ വിഷൻ. നമ്മൾ പണ്ട് പറയുമല്ലോ, കുരുടന്മാർ ആനയെ കാണാൻ പോയപ്പോഴത്തേക്ക് എന്താ മുന്നേ വന്ന് തപ്പിയവൻ പറഞ്ഞു ഇത് ആന വാള് പോലെ. കാര്യം അവൻ പിടിച്ചത് എന്താ അതിൻ്റെ കൊമ്പയിലാണ് പിടിച്ചത്. ആന വാള് പോലെയാണ്. അവൻ നോക്കുമ്പോൾ അതാ ശരി. വേറൊരുത്തൻ വന്നിട്ട് എന്നാണ് ചെവിയെ പിടിച്ചപ്പോഴത്തേക്ക് അത് മുറം പോലെയാണ് എന്ന് പറയുന്നു. ദേഹത്ത് തൊടുത്തപ്പോഴത്തേക്ക് ഇത് പാറ പോലെയാണെന്ന് പറയുന്നത്. കാലെ പിടിച്ചവൻ ഇത് തൂണ് പോലെയാണ് എന്ന് പറയുന്നു. ഓരോരുത്തർക്കും ഓരോ ചിന്തകളാണ് ഉണ്ടാകുന്നത്, അല്ലേ? അങ്ങനെ ഓരോരുത്തർക്ക് അങ്ങനെ പാർഷ്യലായിട്ട് യേശുവിനെ മുറിച്ചു കൊടുക്കാനായിട്ട് വേദപുസ്തകം അനുവദിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ കർത്താവിനെ കൊടുക്കേണ്ടത് ഹോൾസമായിട്ടാണ്. ഹോൾസം. വോൺ കാർലോസ് ഓട്ടസിൻ്റെ ഡിസൈപ്പിൾ എന്ന് പറയുന്ന ബുക്കിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പിള്ളേർക്ക് ഞാൻ എൻ്റെ ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ചുള്ള എൻ്റെ മെസ്സേജസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇവിടെ, അല്ലെങ്കിൽ വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. അതിനകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് ബ്രെഡിൽ ജാം പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലപ്പോഴും കാണുന്നൊരു കാര്യമുണ്ട്. പിള്ളേർ ബ്രെഡ് അങ്ങോട്ട് പൊളിച്ചിട്ട് ജാം ലിക്ക് ചെയ്യും, എന്നിട്ട് ബ്രെഡ് ഇങ്ങനെ തിരിച്ച് വെച്ച് തരും കൊച്ചു പിള്ളേർ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ജാം എല്ലാം തിന്നോടാ, പിന്നെയും കുറച്ച് ജാം കൂടെ പുരട്ടി കൊടുക്കും. അങ്ങനെ പുരട്ടി കൊടുക്കാൻ തുടങ്ങിയാൽ ഉണ്ടല്ലോ, ഈ ബ്രെഡ് അവിടെ ഇരിക്കുകയേ ഉള്ളൂ, ജാം മാത്രമേ ഇവിടെ വയറ്റി ചെലുത്തുള്ളൂ. ഇതുപോലെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുകയാണെങ്കിൽ ബ്രെഡും ജാം നമ്മളെന്താ പറയും? ബ്രെഡും ജാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് കടിച്ചു തിന്നേ, അങ്ങനെ അങ്ങ് മതി, അല്ലാതെ സൂക്ഷിക്കണം എന്ന് പറയും. പക്ഷേ ഇവിടെ എന്താ പറയുന്നത് അറിയാമോ? ഇവിടെ ജാമെങ്കിൽ ജാം, ബ്രെഡെങ്കിൽ ബ്രെഡ്. അങ്ങനെ യേശുവിനെ മുറിച്ചു കൊടുക്കാനൊന്നും ദൈവം ആരെയും അനുവദിച്ചിട്ടില്ല. ചിലപ്പോൾ ആളുകൾ പറയുമല്ലോ, ആദ്യം ബ്രദറെ ഇങ്ങനൊക്കെ ഒന്ന് പറഞ്ഞ് പിന്നെ ജീവിതത്തിൽ അവനിത് കേൾക്കത്തില്ല. ഒരിക്കൽ ജാം തിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇവൻ പിന്നെ ജീവിതത്തിൽ ഇത്. അതുകൊണ്ടെന്താണെന്നറിയാമോ? വിശ്വാസി വന്ന് 40 വർഷമായവനും എന്തോ കൊടുത്തുകൊണ്ടിരിക്കുക, നമ്മൾ ജാം പുരട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതല്ല ഇന്ന് സഭയിൽ നടക്കുന്നത്. അല്ലാതെ എന്താ സഭയിൽ നടക്കുന്നത്? ഈ പ്രവാചകന്മാരൊക്കെ വന്നിട്ട് എന്തോ കൊടുത്തുകൊണ്ടിരിക്കുക? ജാം. 2012 9-ാം മാസത്തിൽ നിനക്ക് വേണ്ടി ഒരു നന്മ വെച്ചിരിക്കുന്നു, വരട്ടെന്നേ. നമ്മളെന്തിനാ നോക്കിയിരിക്കുന്നേ? എനിക്ക് പ്രവാചകന്മാർ ഇവന്ന് പറയുമ്പോൾ എനിക്ക് ഈ ഭാവിയെക്കുറിച്ച് ആശങ്കയുള്ളവർക്കെല്ലാം ഇവന്മാരെ കൊണ്ട് ആവശ്യമുള്ളൂ. അല്ലാതെ എന്താണ്? ഒരു പ്രവാചകൻ നമ്മുടെ ജീവിതത്തിൽ വന്ന് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ കാണിച്ചു തന്ന് നമ്മളെ രൂപാന്തരപ്പെടുത്താനാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ നിരാശയുടെ അടിത്തട്ടിൽ കിടക്കുന്ന സമയത്ത് സാരമില്ല, കർത്താവ് നിന്നെ കാണുന്നു എന്ന് പറയുന്ന ഒരു ആശ്വാസവചനം ആണെങ്കിലും പോട്ടെ. അതൊന്നും അല്ലല്ലോ. ഇവിടെ വരുന്ന മുഴുവൻ ആളുകളുടെയും തലയിൽ വെച്ചിട്ട് 2012 3-ാം മാസവും 8-ാം മാസവും നടക്കുന്ന നന്മയുടെ പ്രവചനവും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓരോ ജനസമൂഹത്തിൽ നിങ്ങൾക്കൊക്കെ ഇതേ കിട്ടത്തുള്ളൂ. കാര്യം ഇത് നോക്കിയിരിക്കുന്നവർക്ക് പിന്നെ വേറെ എന്തോ കിട്ടാനാ? അത് നോക്കിയിരുന്ന ഇതേ കിട്ടത്തുള്ളൂ. കർത്താവിൻ്റെ കയ്യിലാണ് ഞാനെന്ന് എനിക്ക് തീർച്ചയായിട്ടുള്ള ബോധ്യമുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ 2012 8-ാം മാസത്തിലെ 12-ാം മാസത്തിലെ കാര്യം ഞാൻ എന്തിനാ തിരക്കാൻ പോകുന്നത്? ബിക്കോസ് ഐ ഡോണ്ട് കെയർ, ബിക്കോസ് ഐ എം ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗാഡ്. ഞാൻ കർത്താവിൻ്റെ കയ്യിലല്ലേ? കർത്താവിൻ്റെ കയ്യിലാണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ കർത്താവ് എനിക്ക് നന്മ വരുമ്പോൾ നന്മ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രശ്നം. ഞാൻ മുന്നോട്ട് പോട്ടെ. അപ്പോൾ ഇവിടെ യേശുവിനെ കുറിച്ച് ഇതിനകത്ത് രണ്ടാമത്തെ കാര്യം, മറ്റൊരു ആത്മാവെന്ന് പറയുമ്പോഴത്തേക്ക് ഫാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. മറ്റൊരു ആത്മാവെന്ന് പറയുമ്പോൾ അവിടെ ഡിസ്റ്റോർട്ടിങ് സ്പിരിറ്റാണ്, കാര്യങ്ങളെ വളച്ചൊടിക്കുന്നതായ, ഡിസ്റ്റോർട്ട് ചെയ്യുന്ന. ഞാൻ ആദ്യം ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് സമയമനുസരിച്ച് പോകാനായിട്ട് പരിശ്രമിക്കാം. വേറൊരു ആത്മാവ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് അത് 1 ജോണിലെ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് ഐ വിൽ ടേക്ക് ഇറ്റ് ലേറ്റർ. പിന്നീട് നമ്മൾ പറയുന്നത് മറ്റൊരു സുവിശേഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഏലിയൻ ഗോസ്പലാണ്. ഒരു ഏലിയൻ ഗോസ്പൽ, വേദപുസ്തകത്തിന് യോജിക്കാത്തതായ ഒരു മെസ്സേജ്, ഒരു സന്ദേശം. വേദപുസ്തകത്തിൻ്റെ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ സുവിശേഷം പറയാനും നമ്മുടെ സഭയിൽ പ്രസംഗിക്കാനും. വേദപുസ്തകത്തിൻ്റെ ആത്മാവിനെ ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് ഹോൾസമായിട്ട് വേദപുസ്തകം മനുഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ദൈവം ഉദ്ദേശിക്കുന്നത്, അതിൽ നിൽക്കാതെ അതിൽ നിന്ന് മറ്റൊരു രീതിയിലേക്ക് പോകാനുള്ള അവകാശം നമുക്ക് ഇല്ല. വേറൊരു യേശുവിനെ പ്രസംഗിക്കാനോ വേറൊരു മെസ്സേജ് കൊടുക്കാനോ വേറൊരു എംഫസിസ് കൊടുക്കാനോ നമുക്ക് പറ്റത്തില്ല. ഡിസ്റ്റോർഷൻ ഉണ്ടാക്കാനും പറ്റത്തില്ല. ഒന്നും അങ്ങനെയുള്ള കാര്യങ്ങളെ ഉദിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം നമ്മൾ എടുക്കുക. ഇവിടെ പറയുന്നു ഈ 3 കാര്യങ്ങളുടെയും പ്രോബ്ലം എന്താണ്, എന്തുകൊണ്ടാണ്
നിങ്ങൾ മറ്റൊരു സുവിശേഷത്തെയും മറ്റൊരു യേശുവിനെയും മറ്റൊരു ആത്മാവിനെയും മറ്റൊരു സുവിശേഷത്തെയും നിങ്ങൾ ടോളറേറ്റ് ചെയ്യാൻ പാടില്ലാത്തത്. പോൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ടോളറേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ പൊറുക്കുന്നത് എനിക്ക് ഭയങ്കര അത്ഭുതമായിരിക്കുന്നു. എന്തൊരു കഷ്ടമാണ് ഇങ്ങനെ ഞങ്ങൾ പ്രസംഗിക്കാത്ത ഒരു യേശുവിനെയും ഞങ്ങൾ തന്നതായ, അല്ലെങ്കിൽ ഞങ്ങൾ വ്യാപിപ്പിച്ചതായ, അല്ലെങ്കിൽ ഞങ്ങളിലൂടെ വ്യാപരിച്ചതായ ആത്മാവിനെയോ, അല്ലെങ്കിൽ ഞങ്ങൾ ഫോളോ ചെയ്തതായ സ്പിരിറ്റിനെയോ, അല്ലെങ്കിൽ ഞങ്ങളുടെ മെസ്സേജിനെയോ അല്ലാതെ മറ്റൊന്നിനെ നിങ്ങൾ എങ്ങനെ ടോളറേറ്റ് ചെയ്യുന്ന ചോദിക്കുന്നു. എങ്ങനെ ടോളറേറ്റ് ചെയ്യുന്നു? എന്താണ് ഇത് ടോളറേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നം? അതാണ് നമ്മൾ ആദ്യത്തെ വാചകത്തിൽ കാണുന്ന പ്രോബ്ലം. അതാണ്, ഞാൻ ചെയ്തിരിക്കുന്നത്, ഞാൻ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകും. അപ്പോൾ ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റൊരു സുവിശേഷത്തിൻ്റെയും മറ്റൊരു ആത്മാവിൻ്റെയും മറ്റൊരു യേശുവിൻ്റെയും പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ചർച്ചിൻ്റെ പ്രശ്നം ഇതാണ്. ഇന്ന് ചർച്ചിൻ്റെ കോൺസെൻട്രേഷൻ യേശുവല്ല. ദാറ്റ് ഈസ് എ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം. ചർച്ചിൻ്റെ ആ എംഫസിസ് എന്ന് പറയുന്നത് യേശുവല്ല. യേശു ഇന്ന് വാസ്തവത്തിൽ ഒരു 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 മീൻസായിട്ട് വന്നിരിക്കുകയാണ്, ഒരു ഉപാധിയായിട്ട് വന്നിരിക്കുകയാണ്. ആരും ഇന്ന് യേശുവിന് വേണ്ടി യേശുവിൻ്റെ പിന്നാലെ പോകുന്നില്ല. യേശു തരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യേശുവിൻ്റെ പിന്നാലെ ആളുകൾ പോകുന്നത്. അപ്പോൾ എംഫസിസ് മാറിയിരിക്കുന്നു. ദി എംഫസിസ് ഓഫ് ഗോസ്പൽ അത് നമ്മൾ ഡിസ്റ്റോർട്ടഡ് ആകാനായിട്ട്, അല്ലെങ്കിൽ അതിനൊരു തകർച്ച, അല്ലെങ്കിൽ ഒരു ഗതിമാറ്റം ഉണ്ടാകാനായിട്ട് പാടില്ല. അത് നഷ്ടപ്പെട്ടുകൂടാ. അത് നഷ്ടപ്പെട്ടുകൂടെങ്കിൽ എന്താണ് ഗോസ്പലിൻ്റെ എംഫസിസ്, എന്താണ് ചർച്ചിൻ്റെ എംഫസിസ്, എന്താണ് സഭയുടെ എംഫസിസ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. എന്താണ് സുവിശേഷത്തിൻ്റെ എംഫസിസ്? അത് ഒരു കാരണവശാലും അതിനകത്ത് ആദ്യത്തെ പ്രശ്നമാണ് മറ്റൊരു യേശു, ദ റിയൽ ജീസസ് ആൻഡ് ദ ജീസസ് ഹൂ ഈസ് പ്രീച്ച്ഡ്. പ്രസംഗിക്കപ്പെടുന്ന യേശുവും യഥാർത്ഥ യേശുവും തമ്മിലുള്ള വ്യത്യാസം. യേശു അതിൻ്റെ ഏറ്റവും ആദ്യ ഘട്ടം മുതൽ പ്രീ എക്സിസ്റ്റൻറ്റ് ക്രൈസ്റ്റ് തൊട്ട് റിസറക്റ്റഡ് ജീസസ് വരെയുള്ള ഒരു കാര്യത്തിലും യേശുവിന് ഡിസ്റ്റോർഷൻ ഉണ്ടായിക്കൂടാ. അതായത് യേശു ഭൂമിയിൽ ജഡത്തിൽ വെളിപ്പെടുകയാണ്, ക്രൈസ്റ്റ് അല്ലെങ്കിൽ ജീസസ്. പക്ഷേ യേശുവിൻ്റെ തുടക്കം എന്ന് പറയുന്നത് എവിടെയല്ല? മറിയയുടെ ഉദരത്തിലല്ല യേശുവിൻ്റെ തുടക്കം. ഹീ ഈസ് ഇറ്റേണൽ സൺ. നിത്യപുത്രനായ യേശുവിൻ്റെ പ്രീ എക്സിസ്റ്റൻസ് മുതൽ ഉയിർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി അവിടെ ഇപ്പോൾ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന യേശു വരെയുള്ള യേശു, അതിലൊന്നിലും ഡിസ്റ്റോർഷൻ ഉണ്ടാകാൻ പാടില്ല. അതിലെവിടെ ഡിസ്റ്റോർഷൻ ഉണ്ടായാലും അതിനെ നമ്മൾ ചോദ്യം ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ കൾട്ടുകൾ എന്നൊക്കെ പറയുമല്ലോ, ഇപ്പം ജഹോവ വിറ്റ്നസ്, ജീസസ് ഓൺലി, അതുപോലെ ഉള്ള സാബത്ത്, ഓൾ കൈൻഡ് ഓഫ്, നിങ്ങൾക്കറിയാം കൾട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന, അത് മാത്രമൊന്നുമല്ല കൾട്ട്. ഇങ്ങനെയുള്ള സംഘങ്ങളുടെയൊക്കെ അടിസ്ഥാനപരമായ പ്രശ്നം അവരൊരു ഡിസ്റ്റോർട്ടഡ് ജീസസിനെയാണ് പ്രചരിപ്പിക്കുന്നത്. ജഹോവ വിറ്റ്നസ് പറയുന്നു യേശു ഒരു ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണെന്ന് പറയുന്നു. ജീസസ് ഉള്ളി പറയുന്നത് അതിൻ്റെ നേരെ വിപരീതമാണ്. യേശുവാണെല്ലാം, പിതാവും പരിശുദ്ധാത്മാവും ഒന്നും വലിയ ഇഷ്യൂ അല്ല. നിങ്ങൾ സ്വർഗത്തിൽ ചെന്നാൽ പിന്നെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും കാണുമ്പോൾ അല്ല, യേശുവിനെ മാത്രമേ കാണത്തുള്ളൂ. ഇവിടെയാണ് ഡിസ്റ്റോർഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ദി പ്രീ എക്സിസ്റ്റന്റ് ക്രൈസ്റ്റ്, the birth of Jesus, the life of Jesus, the ministry of Jesus, the resurrection of Jesus, the resurrected Jesus who is in heaven, ഈ എല്ലാ തലങ്ങളിലും വേദപുസ്തകം പറയുന്ന യേശു എന്താണ് എന്നുള്ളത് നമ്മുടെ സഭകളിൽ പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ യഹോവ സാക്ഷി വരും, മോർമോണിസ്റ്റ് വരും, സാബതുകാരൻ വരും. കൾട്ട് ഗ്രൂപ്പുകളുടെ എല്ലാം പ്രത്യേകത, അവരാരും ഹിന്ദുക്കളുടെ പുറകെയൊന്നുമല്ല നടക്കുന്നത്. കൾട്ടുകളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവർക്ക് ആവശ്യമുള്ളത് ആരെയാണ്? ദൈവത്തിന്, യേശു ക്രിസ്തുവിന് നിർമ്മല കന്യകയായി നിയോഗിക്കപ്പെട്ട ജനങ്ങളെ വഴിതെറ്റിക്കാനാണ് കൾട്ടുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അത് ഞാനിപ്പോൾ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, പക്ഷേ അതിൻ്റെ ആ ഒരു വശം ഞാൻ പറഞ്ഞതാണ്. അതായത് മറ്റൊരു യേശു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇന്ന് ക്രൂസൈഡുകാരൻ പ്രസംഗിക്കുന്ന യേശു മറ്റൊരു യേശുവാണ്. പക്ഷേ അത് മാത്രമല്ല വിഷയം. അതിനേക്കാളോ ഉപരിയായിട്ട് അവൻ്റെ പ്രീ എക്സിസ്റ്റന്റ് ക്രൈസ്റ്റിനെ, ലൈഫിനെ, ഇതൊക്കെ ന്യൂ ടെസ്റ്റമെൻറ്റിലെ പുതിയ നിയമത്തിൽ ഉടനീളം ഉണ്ടായിട്ടുള്ള പ്രശ്നമുണ്ട്. യേശു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്ത ആത്മാവ്, അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. ആത്മാവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്.
അപ്പോൾ അവിടെയെല്ലാം ഉണ്ടാകുന്ന ഈ പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് അടിസ്ഥാനപരമായി നമ്മുടെ സന്ദേശം വേദപുസ്തകത്തിൽ നിന്ന് എത്ര വ്യതിചലിക്കപ്പെട്ടു എന്നുള്ള തിരിച്ചറിവുണ്ടാകേണ്ടതും എങ്ങനെ വേദപുസ്തകത്തിൻ്റെ യേശുവിനെ പ്രസംഗിക്കാൻ ഇനി നമ്മൾ തീരുമാനമെടുക്കണമെന്ന്. വേദപുസ്തകത്തിൻ്റെ യേശുവിനെ അല്ലാതെ മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ പൊറുത്തുകൊള്ളുന്നത് എന്ത് എന്ന് ചോദിച്ചതുപോലെ ഇന്ന് സഭയിലെ വിശ്വാസികളോട് നമുക്ക് ചോദിക്കേണ്ടി വരുന്നു. എന്ത്? Why you tolerate these people when they preach something else in the television? ടെലിവിഷനിലും പരസ്യയോഗത്തിലും പരസ്യയോഗം ഇല്ലല്ലോ, ക്രൂസൈഡിലും മറ്റുള്ള സ്ഥലങ്ങളിലും എല്ലാം വേദപുസ്തകത്തിൽ പറയാത്തൊരു യേശുവിനെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അത് സഹിച്ചുകൊള്ളുന്നു? അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇത് ടോളറേറ്റ് ചെയ്യുന്നു? എന്തുകൊണ്ട് ടോളറേറ്റ് ചെയ്യുന്നു? ഒന്നാമത് യഥാർത്ഥ യേശു എന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല, നമ്മുടെ സഭകളിലുള്ളവർക്ക്. കാര്യം അവിടെ പ്രസംഗിക്കപ്പെട്ടിട്ടില്ല, കാലങ്ങളായിട്ട് പ്രസംഗിക്കപ്പെടുന്നില്ല. പഴയ കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. പഴയ കാലത്ത് ആളുകളൊന്നും, വിശ്വാസത്തിൽ വന്ന ആളുകളെ ഒന്നും അങ്ങനെയൊന്നും ഒരു ദുരുപദേശക്കാരനൊന്നും പിടിച്ചുകൊണ്ട് പോകാനൊന്നും കഴിയുമായിരുന്നില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കതൊരു സീരിയസ് ഇഷ്യൂ ആയിരുന്നു. ഇന്നത് സീരിയസ് ഇഷ്യൂ അല്ല. അതുകൊണ്ട് നമ്മൾ യേശുവിനെ എങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു? എല്ലാ പ്രസംഗകരും ആലോചിക്കണം. വേദപുസ്തകത്തിന് വിരുദ്ധമായ ഒരു യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ പറയണം, പ്ലീസ് ഈ യേശുവിനെ ഞങ്ങൾക്ക് വേണ്ട, ഹീ ഈസ് അനദർ ജീസസ് എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടായിരിക്കണം. ഞങ്ങളുടെ ഒരു മിഷണറി ഒരു ഗ്രൂപ്പ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ഒരു മീറ്റിംഗ് ഉണ്ട്, ബ്രദർ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചാൽ മീറ്റിംഗ്. 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ച് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹത്തോട്, നമ്മുടെ മിഷണറിയോട് അവർ പറഞ്ഞ അനുസരിച്ച് ഇദ്ദേഹം ഈ മീറ്റിങ്ങിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ പ്രസംഗിച്ച യേശുവിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചോദിച്ച ചോദ്യം, ഈ ലോകത്തിൽ സ്വർണ്ണവും വെള്ളിയും പൊന്നും ഒക്കെ ആരുണ്ടാക്കി? ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളത്, അതൊക്കെ ദൈവമക്കൾക്കുള്ളതാണ്. അതുകൊണ്ട് ഇഷ്ടം പോലെ പൊന്നും സ്വർണ്ണവും വെള്ളിയും എല്ലാം നമുക്കുള്ളതാണ്. നമുക്ക് അവർക്കറിയാമല്ലോ, 10 പ്രാവശ്യം ആവർത്തിക്കാൻ അറിയാമല്ലോ, നിങ്ങൾക്ക് കേട്ടിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം നമുക്ക് ഈ ഭൂമിയിലെ എല്ലാ നന്മയും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച കൂട്ടത്തിൽ ഇദ്ദേഹം, ഞങ്ങളുടെ മിഷണറി എണീറ്റ് പറഞ്ഞു, ഞാനിത് നേരത്തെ കേട്ടിട്ടുണ്ടല്ലോ സാറേ എന്ന്. ബ്രദർ ഞങ്ങളുടെ മീറ്റിങ്ങിന് നേരത്തെ വന്നിട്ടുണ്ടോ? അല്ല, നിങ്ങളുടെ മീറ്റിങ്ങിലല്ല, ഇപ്പോഴൊന്നും അല്ല. ഇതേ ഒരു 12,000 വർഷം മുമ്പ് ഒരു ശബ്ദം ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട്, എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ എല്ലാം നിനക്ക്. ഇവിടെ ഈ ലോകത്തിൻ്റെ ദൈവത്തെ നമസ്കരിച്ചാൽ ഈ ലോകത്തിൻ്റെ ദൈവം എല്ലാം നിനക്ക് തരും. സ്വർഗത്തിലെ ദൈവത്തെ നമസ്കരിച്ചാൽ സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് കർത്താവ് തരും. അപ്പോൾ അവിടെയാണ് ടോളറൻ്റ് ആകരുതാത്തത്. ഈ എംഫസിസിൻ്റെ ഒക്കെ വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാനൊരു ടെലിവിഷനിൽ ഒരു പ്രാവശ്യം ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരാൾ പ്രസംഗിക്കുകയാണ്, യേശുവിൻ്റെ രക്തം ഇതാ നിന്റെ ശരീരത്തിലൂടെ, നിന്റെ കൈകളിലൂടെ, നിന്റെ കിഡ്നിയിലൂടെ, നിന്റെ പാൻക്രിയാസിലൂടെ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ യേശുവിൻ്റെ രക്തം എൻ്റെ പാൻക്രിയാസിലൂടെ എന്തോ എടുക്കാനാണ്? എൻ്റെ പാൻക്രിയാസിലൂടെ യേശുവിൻ്റെ രക്തം ഒഴുകേണ്ട കാര്യം എന്തോ? ഇവിടെ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നിന്റെ കരളിലൂടെ, നിന്റെ ലിവറിലൂടെ, നിന്റെ ഹാർട്ടിലൂടെ, നിന്റെ കിഡ്നിയിലൂടെ. ഇത്രയേ ഉള്ളൂ യേശുവിൻ്റെ രക്തത്തിൻ്റെ ഫങ്ഷൻ. ഇവിടെയാണ് എംഫസിസ് മാറിപ്പോകുന്നത്. നിനക്ക് പാൻക്രിയാസിന് അസുഖം ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും കർത്താവ് സൗഖ്യമാകാമെന്നൊരു വാക്ക് കൽപ്പിച്ചാൽ സൗഖ്യമാകും, അത് വേറെ കാര്യം. പക്ഷേ ഇതേ ഉള്ളൂ ടെലിവിഷനിൽ കേൾക്കാൻ. പാൻക്രിയാസിലൂടെ യേശുവിൻ്റെ രക്തം ഒഴുകുന്നല്ലാതെ വേറെ എന്തോ ടെലിവിഷനിൽ കേൾക്കുന്നത്? ഹല്ലേലൂയ. അവിടെയാണ് മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ടോളറൻസ് ഉണ്ടാകരുത്. പൗലോസ് പറയുന്ന കാര്യം, ഞങ്ങൾ യേശുവിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് തന്നത്? യേശുവിനെ പൗലോസ് ഒരു ഡോക്ടറായിട്ടല്ല കൊടുത്തത്. ഇതാ നിങ്ങൾക്ക് രോഗസൗഖ്യം തരുന്ന ഒരു ഡോക്ടറെ ഇതാ ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നൊന്നും പൗലോസ് പറഞ്ഞില്ല. രോഗം സൗഖ്യമായിട്ടുണ്ട്, പക്ഷേ യേശുവിനെ കൊടുത്തപ്പോൾ ഡോക്ടറായിട്ടല്ല കൊടുത്തത്. യേശുവിനെ പൗലോസ് ഒരു എക്സിക്യൂട്ടീവ് ഷെഫായിട്ടല്ല ജനങ്ങൾക്ക് കൊടുത്തത്. ജനങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് അങ്ങനെയല്ല. യേശുവിനെ ഒരു മജീഷ്യനായിട്ടല്ല പരിചയപ്പെടുത്തത്. പൗലോസ് യേശുവിനെ ജനങ്ങൾക്ക് കൊടുത്തത് ഭർത്താവായിട്ടാണ്. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഞാൻ യേശുവിനെ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് ഡോക്ടറായിട്ടല്ല, ഷെഫായിട്ടല്ല. ഞാൻ